നമസ്കാരം. ഇത് ഭാരത് ലൈവ്. നമ്മൾ ഒരു ഭരണാധികാരി ആയിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ആരുമാകട്ടെ, നമ്മൾ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കണം. നിലപാടുകൾ ഇങ്ങനെ അടിക്കടി മാറ്റുന്നത് ഒരുതരം പഴം പരുവമാണ്. അതായത് എങ്ങനെ ഞെക്കിയാലും ഞെങ്ങുന്ന അവസ്ഥയിലാണ്. അല്ലെങ്കിൽ തന്നെ അതൊരു നട്ടല്ലില്ലായ്മയുടെ ലക്ഷണമാണ്. അഭിപ്രായങ്ങൾ ഇങ്ങനെ മാറ്റി പറയുന്നത് വേറൊന്നുമല്ല, കേരളിനെ കുറിച്ച് തന്നെയാണ്. ഇപ്പോൾ ഈ കേരയിൽ എന്ന് പറയുന്ന ഈ സംരംഭം വന്നതിനെ പിന്നെ 8ഓ 9ഓ പ്രാവശ്യമാണ് അഭിപ്രായങ്ങൾ മാറ്റി പറഞ്ഞത്. കേന്ദ്രത്തിന്റെ അനുമതി കിട്ടിയാൽ തുടങ്ങും, അനുമതി കിട്ടും, കേരയിൽ വരും കേട്ടോ, കേരളിന്റെ ഗുണഗണങ്ങൾ വർണ്ണിച്ചുകൊണ്ട് അടുത്ത പ്രസ്താവന, പിന്നെ കേരയിൽ പദ്ധതി ഉപേക്ഷിച്ചു എന്ന് പറയുന്നു, കേരളയിലെ ജീവനക്കാരെ, ആ ബോർഡിലെ ജീവനക്കാരെ തിരിച്ചു വിളിച്ചു, അവിടെയും ഇവിടെയും ഒക്കെ അവരെ ചേർത്തു എന്ന് പറയുന്നു, ചേർക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നു. പിന്നീട് അങ്ങോട്ട് മാറുന്ന CPM-ന്റെ സെക്രട്ടറി MV ഗോവിന്ദൻ മാഷ് പറയുന്നു കേരളയിൽ ഉപേക്ഷിച്ചിട്ടില്ല എന്ന്. CPM-ന്റെ പദ്ധതി അല്ലല്ലോ, എന്നാലും പുള്ളി പറഞ്ഞു, ആയിക്കോട്ടെ. അങ്ങനെ മാറ്റി മാറ്റി പറയുകയാണ്. ഇപ്പോൾ പറയുകയാണ് കേരളയിൽ ഉപേക്ഷിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും ഞങ്ങൾക്കാകില്ല. കമ്മീഷൻ അതുപോലെ വാങ്ങിയിട്ടുണ്ടോ നമുക്കറിയില്ല. എന്തായാലും മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട കേസുകളുണ്ടല്ലോ. ആൾക്കാരുടെ വീട്ടുമുറ്റത്തും അടുക്കളയിലും കിടപ്പറയിലും കട്ടിലിന്റെ ചൂട്ടിലും കൊണ്ട് മഞ്ഞക്കുറ്റിയിട്ടിട്ട് അവർ പ്രതിഷേധിച്ചപ്പോൾ അവർക്കെതിരെയൊക്കെ വധശ്രമത്തിനും ക്രിമിനൽ ഗൂഢാലോചനയ്ക്കുമൊക്കെയാണ് കേസെടുത്തത്. അവരെയൊക്കെ തല്ലാനും ഒതുക്കാനും അവരെയൊക്കെ കഴുത്തിന് പിടിക്കാനും സ്ത്രീകളെ ഉൾപ്പെടെയുള്ളവരെ ഉപദ്രവിക്കാനും CPM DYFI ഗുണ്ടകൾ വാതിലി ചവിട്ടിപ്പൊളിക്കാനും ഒക്കെ പോയ അവർക്കെതിരെയൊന്നും കേസില്ല. ഇവർക്കെതിരെ മാത്രമേ കേസുള്ളൂ. ഈ ശബരിമലയുടെ കാര്യം പറഞ്ഞതുപോലെയാണ്. കേരള പദ്ധതി ഉപേക്ഷിച്ചിട്ടേയില്ല എന്ന് വീണ്ടും പറയുകയാണ് മുഖ്യമന്ത്രി. എന്താണ് യാഥാർത്ഥ്യം എന്ന് ഇനിയും നമുക്ക് മനസ്സിലാകുന്നില്ല. പദ്ധതി കേരളത്തിന്റെ പശ്ചാത്തല സൗകര്യ വികസനത്തിൽ വൻ കുതിപ്പ് ഉണ്ടാക്കുന്ന ഒന്നായിട്ട് വിഭാവനം ചെയ്തു. ഇത് നമ്മുടെ സമ്പദ്ഘടനയ്ക്കും വ്യവസായ അന്തരീക്ഷത്തിനും സാമൂഹ്യ വളർച്ചയ്ക്കും നൽകുന്ന സംഭാവന ചെറുതല്ല. DPR റെയിൽവേ മന്ത്രാലയത്തിന്റെ പരിഗണനയിലാണ്. പദ്ധതി ഉപേക്ഷിക്കുന്നത് സർക്കാരിന് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ്. അപ്പോഴാണ് ഞാൻ നേരത്തെ ചോദിച്ചത്, ഇതുമായി ബന്ധപ്പെട്ട് എന്ത് കിട്ടി അല്ലെങ്കിൽ എന്ത് കിട്ടും? ഇതുമായി ബന്ധപ്പെട്ട കേസുകൾ പിൻവലിക്കുന്നത് സർക്കാരിന്റെ പരിഗണനയിൽ ഇല്ല. കേരള പദ്ധതിക്കെതിരെ റോജി M. ജോൺ MLA കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസിലാണ് ഇന്നലെ ഈ കാര്യങ്ങൾ പറഞ്ഞത്. ഇതിപ്പോൾ ചിലപ്പോൾ ഈ പറഞ്ഞതൊക്കെ തന്നെ നമ്മളുടെ തത്സമയ സംപ്രേഷണത്തിലൂടെയൊക്കെ പ്രേക്ഷകർ കണ്ടു കാണും. പക്ഷേ ഇതെന്താണെന്ന് മനസ്സിലാക്കുന്നില്ല. വ്യക്തമായ ഒരു ധാരണ ഒരു പദ്ധതിക്ക് എന്തായാലും. പിന്നെ കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടു, എന്താണ്, കേന്ദ്ര റെയിൽവേ മന്ത്രാലയവും കേന്ദ്ര സർക്കാരും ഇതിന് അനുമതി തരാതെ പറ്റില്ല, അനുമതി തന്നേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് നിർബന്ധം പിടിക്കുന്നത് കണ്ടു. ഇതിപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങൾ കളിപ്പാട്ടം വേണമെന്ന് പറഞ്ഞ് കരയുന്നതും നിർബന്ധം പിടിക്കുന്നത് പോലെയാണ്. എന്താണ് ഇതിലെ സത്യം? ഇതിലെ യാഥാർത്ഥ്യം എന്താണ്? ഇത് എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത്? ഇതിന് കേന്ദ്ര അനുമതി കിട്ടുമോ? കിട്ടില്ല. പിന്നെ എന്തിനാണ് ഈ കിടന്ന് ബഹളം വയ്ക്കുന്നത്? ഇത് ആരെ ബോധ്യപ്പെടുത്താനാണ് ഈ നാടകങ്ങളൊക്കെ എന്ന് LDF സർക്കാരിനോടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും അറിയാതെ ചോദിച്ചു പോവുകയാണ്.